എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിരിക്കുന്നു. പുതിയൊരു വീഡിയോ ബ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ കുറച്ച് അപ്ഡേറ്റുകൾ പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് ആക്കാം, അല്ലെങ്കിൽ നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് ആക്കാം, എന്താണെങ്കിലും നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ കുറച്ച് അപ്ഡേറ്റുകളുണ്ട്. അപ്പോൾ ആദ്യമായിട്ടൊക്കെയാണെങ്കിൽ ചാനൽ ഇൻഫോർമേറ്റീവ് ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷനിലേക്ക് തന്നെ ഷെയർ ചെയ്യാം. ഒന്ന്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഹ്യൂജ് ഇൻക്രീസ് ഇൻ മൈഗ്രേഷൻ റിട്ടേൺസ് ആൻഡ് ഇല്ലീഗൽ വർക്കിംഗ് അറസ്റ്റ്. ഓക്കെ, അത് പോസിറ്റീവ് ആണോ ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അത് പോസിറ്റീവ് അല്ല. പക്ഷേ ഈ ന്യൂസ് നമ്മൾ കണ്ടോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഒട്ടുമുക്ക ആൾക്കാരും കാണാനുള്ള സാധ്യതയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഹോം ഓഫീസിൻ്റെ വെബ്സൈറ്റിലും അതുമാത്രമല്ല ന്യൂസുകളിലൊക്കെ വന്നിട്ടുണ്ട്. കണ്ടവർ എത്ര പേരുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എനിവേ, കണ്ടിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് കാണുക. കാരണം പുതിയ ഗവൺമെൻറ് വന്ന ശേഷം ഇവിടുന്ന് ഡീപ്പോർട്ടേഷൻ വലിയ രീതിയിൽ വൻതോതിൽ വർദ്ധിപ്പിച്ചു എന്നുള്ളതാണ് സത്യം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഋഷി സുനകിൻ്റെ ഗവൺമെൻറ് ഡീപ്പോർട്ടേഷൻ പറഞ്ഞിരുന്നെങ്കിലും ഡീപ്പോർട്ടേഷൻ ചെയ്തിരുന്നില്ല. കാരണം അത് പറച്ചിലിന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ പുതിയ ഗവൺമെൻറ് അതിനകത്ത് നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് ഏർപ്പെട്ടിരിക്കുന്നു എന്നുള്ളൊരു അപ്ഡേറ്റ് ഉണ്ട്. അതായത് ദ ഗവൺമെൻറ് ഈസ് ഓൺ ട്രാക്ക് ടു ഡെലിവർ ഹയസ്റ്റ് നമ്പർ ഓഫ് റിട്ടേൺസ് ഫ്രം 5 years ആസ് നിയർലി 13,500 റിമൂവ്ഡ് ഫ്രം ദ UK സിൻസ് എലക്ഷൻ. അതായത് എലക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഏകദേശം 13,500 പേരെ ഇവിടുന്ന് ഡീപ്പോർട്ട് ചെയ്തു. അതായത് അൺഡോക്യുമെൻറ്റഡ് പേഴ്സൺസിനെ ഇവിടുന്ന്, അതായത് ഒരു വിസയില്ലാതെ ചാടി നിൽക്കുന്നവരോ ഇല്ലെങ്കിൽ ഇല്ലീഗലായിട്ട് UK കടന്നു വന്നവരെയോ ഗവൺമെൻറ് തിരിച്ചയച്ചു തുടങ്ങി എന്നുള്ളത് തന്നെയാണ് ഒരു പോസിറ്റീവ് അപ്ഡേറ്റ് തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കാര്യം നമുക്ക് ഇല്ലീഗൽ മൈഗ്രൻസ് ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെ ഇവിടുത്തെ ഹൗസിംഗ് ക്രൈസിസ് ആവട്ടെ, ഇല്ലെങ്കിൽ NHS ആവട്ടെ, ഇല്ലെങ്കിൽ സ്കൂൾസ് ആവട്ടെ, നമുക്ക് പുതിയ UK ലക്ഷങ്ങൾ കൊടുത്ത് വന്ന് പഠിക്കാമെന്ന സ്റ്റുഡൻസ് ആവട്ടെ, ഇവർക്കൊന്നും ജോലി കിട്ടാതിരിക്കുന്ന ഒരു സാഹചര്യങ്ങൾ ഇവിടെ ഉണ്ട്. സോ അതിന് മുന്നും നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും നിങ്ങൾ മുന്നിലോട്ട് എത്തിച്ചു തന്നിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോസിറ്റീവ് അപ്ഡേറ്റ് ആണ്. കാരണം ഇങ്ങനെയുള്ളവരെ അല്ലെങ്കിൽ ഇല്ലീഗലായിട്ടുള്ള ആൾക്കാർ ഇവിടുന്ന് പോകുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെയുള്ള നിയമങ്ങളിൽ ഇളവുകളിലേക്ക് അല്ലെങ്കിൽ കുറച്ചും കൂടി ഓപ്പർച്യൂണിറ്റീസ് മറ്റുള്ളവർക്ക് ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. ഓക്കെ, അപ്പോൾ ഗവൺമെൻറ് അതിനകത്ത് വലിയ രീതിയിലുള്ള ഒരു തയ്യാറെടുപ്പ് നടത്തിയിരുന്നു. തയ്യാറെടുപ്പ് കഴിഞ്ഞിരിക്കുന്നു. മറ്റൊരു അതിൽ തന്നെ ഒരു അപ്ഡേറ്റ് എന്നുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഇല്ലീഗൽ വർക്കിംഗ് അറസ്റ്റ്. അതായത് നമ്മൾ അറിയാം, സ്റ്റുഡൻറ്റ് വിസയിൽ വന്നിട്ടുള്ള ഒരു വലിയ വിഭാഗം ആളുകൾ ഇവിടെ പല രീതിയിലുള്ള ക്യാഷ് ഇൻ ഹാൻഡുകളും പല പരിപാടികളും ചെയ്യുന്നുണ്ട്. പല റെസ്റ്റോറൻറ്റ്സും കാര്യം ഈ അടുത്ത് തന്നെ ഒരുപാട് ന്യൂസുകൾ വന്നിട്ടുണ്ട്. പിന്നെ അത് ഡെയിലി ഇട്ട് നിങ്ങൾ വെറുപ്പിക്കേണ്ട എന്നുള്ള കാര്യമാണ് ഞാൻ അതുകൊണ്ട് ഇടാതിരുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ലീഗൽ വർക്കിങ്ങിന് പല റെസ്റ്റോറൻറ്റുകളിൽ നിന്നും കേക്ക് ഷോപ്പുകളിൽ നിന്നും അല്ലെങ്കിൽ മറ്റ് പല ബിസിനസ്സുകളിൽ നിന്നും അറസ്റ്റ് ചെയ്യുകയും, അതായത് എംപ്ലോയേഴ്സിൻ്റെ ലൈസൻസുകൾ ടെർമിനേറ്റ് ചെയ്യുകയും അല്ലെങ്കിൽ വലിയ ഭീമമായ പിഴകൾ ചുമത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ചില സ്ഥലങ്ങളിൽ മലയാളികളും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെയാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള റെയ്ഡുകൾ, ഹോം ഓഫീസിൻ്റെ റെയ്ഡുകൾ എസ്പെഷ്യലി പല സിറ്റികൾ കേന്ദ്രീകരിച്ച് വലിയ രീതിയിൽ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞ ഋഷി സുനകിൻ്റെ ഗവൺമെൻറ് സമയത്തും ഇതേപോലെ വലിയ രീതിയിൽ റെയ്ഡുകളിൽ ഒരുപാട് പേരെ, മലയാളികൾ ഉൾപ്പെടെ ഒരുപാട് പേരെ ഇവിടെ നിന്ന് ഡീപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേ സമാനമായിട്ടുള്ള സാഹചര്യത്തിൽ കുറച്ചും കൂടി വേഗതയിൽ പുതിയ ഗവൺമെൻറ്റും ഇതേപോലെ തന്നെ ഇല്ലീഗൽ വർക്കിംഗ് അറസ്റ്റുകളും റെയ്ഡുകളും തുടരുന്നു എന്നുള്ളൊരു ഇൻഫർമേഷൻ പാസ് ചെയ്യട്ടെ. അപ്ഡേറ്റ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, പുതിയ ലേബർ ഗവൺമെൻറ് വന്നപ്പോൾ തന്നെ അവരുടെ മാനിഫെസ്റ്റോയിൽ പറഞ്ഞിരിക്കുന്നത് ഒരു കാര്യം തന്നെ വെച്ച് കഴിഞ്ഞാൽ പുതിയ വീടുകൾ, പുതിയ അപ്പാർട്ട്മെൻറ്റുകൾ ഇവിടെ സൃഷ്ടിക്കും, പുതിയ ഹോമുകൾ ബിൽഡ് ചെയ്യും. ഏകദേശം 1.5 million ഹോംസ് ആണ് ഇവിടെ ബിൽഡ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ ലേബർ ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ. അതിനുള്ള ബഡ്ജറ്റിൽ പല കാര്യങ്ങൾ അതിനകത്ത് പ്രഖ്യാപിക്കുകയും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് പുതിയതായിട്ട് ഇനി ബിൽഡ് ചെയ്ത് തുടങ്ങും, ഇവിടുത്തെ ഹൗസിംഗ് ക്രൈസിസ് കാര്യങ്ങളെല്ലാം കുറയ്ക്കാനായിട്ട്. പക്ഷെ അവിടെ ഒരു അപ്ഡേറ്റ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വിസ ആപ്ലിക്കേഷൻ ഡ്രോപ്പ് സിഗ്നിഫിക്കൻ്റ്ലി ആസ് മിനിസ്റ്റർ അഡ്മിറ്റ്സ് ഫോറിൻ വർക്കേഴ്സ് നീഡഡ് ടു സോൾവ് ഹൗസിംഗ് ക്രൈസിസ്. അതായത് ക്രിസ്റ്റാമർ അല്ല, മറ്റ് മിനിസ്റ്റേഴ്സ് പറഞ്ഞു തീർച്ചയായിട്ടും ഇവിടെ ഹൗസിംഗ് ക്രൈസിസ് സോൾവ് ചെയ്യണമെങ്കിൽ ഫോറിൻ വർക്കേഴ്സിൻ്റെ ആവശ്യമുണ്ട് എന്നുള്ളത് ഒരു പോസിറ്റീവ് ന്യൂസാണ്. കാരണം ഇവിടെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിയമങ്ങൾ കൊണ്ടുവരികയാണെങ്കിലും ഫോറിൻ വർക്കേഴ്സ് ഇല്ലാതെ പല പണികളും ഇവിടെ നടക്കില്ല എന്നുള്ളതിൽ സത്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് നമുക്കറിയാം പല ജോബുകളിലെയും ഈ കൺസ്ട്രക്ഷൻ ജോബുകളെല്ലാം ഇവിടെ ഇപ്പോൾ ഷോർട്ടേജ് ഓക്യുപ്പേഷൻ ഇല്ലെങ്കിൽ ഇമിഗ്രേഷൻ സാലറി ലിസ്റ്റിലൊക്കെയൊക്കെ ആഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്കിപ്പോൾ കുറച്ച് ശമ്പളം കൊടുത്താൽ പോലും അവരെ ഇവിടെ ജോലിക്ക് എടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. കാർപ്പൻറ്ററായിട്ടും പല രീതിയിൽ പലരെയും ജോലിക്ക് എടുത്തു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് ഒരു പോസിറ്റീവ് ന്യൂസ് തന്നെയാണ് ബിൽഡിംഗ് വർക്കേഴ്സിന് ഇങ്ങോട്ട് വരാം. പക്ഷേ ഇതിനകത്ത് തന്നെ വേറൊരു കാര്യമുണ്ട്. ഇതിനെന്താണ് പോസിറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മുന്നേ പറയട്ടെ, ഒരു ചിന്ത ഇല്ലെങ്കിൽ അങ്ങനെ ഒരു തോട്ട് ഒരു മിനിസ്റ്റർക്ക് വന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത്രയും 1.5 million ഹോംസ് ഇവിടെ സൃഷ്ടിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഫോറിൻ വർക്കേഴ്സിൻ്റെ ആവശ്യം ഉണ്ടാകും. ഇവിടെയുള്ളവരെ
എടുത്തിട്ട് മാത്രം ഈ പരിപാടി ചെയ്യാനായിട്ട് സാധിക്കില്ല. പക്ഷേ ഇതിനകത്ത് തന്നെ പറഞ്ഞിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഹൗസിംഗ് മിനിസ്റ്റർ പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റഡ് ദാറ്റ് ദ ഗവൺമെൻറ് വുഡ് നോട്ട് ബി ഈസിങ് വിസ റെസ്ട്രിക്ഷൻ ടു ബ്രിങ് ഇൻ മോർ ഫോറിൻ ലേബേഴ്സ് ടു മീറ്റ് ഇറ്റ്സ് 1.5 മില്യൺ ന്യൂ ഹോം ടാർഗറ്റ്. അതായത് ഇവിടുത്തെ നിയമങ്ങളും റെസ്ട്രിക്ഷൻസും ഒന്നും മാറ്റാൻ തന്നെ പോകുന്നില്ല. വി ആർ നോട്ട് ലുക്കിംഗ് ടു ഈസിങ് restrictions, but we will be reliant partially as a result of the change made by the previous government on some foreign workers in the space. He's told LBC എന്ന് പറഞ്ഞ ന്യൂസിൽ കൊടുത്തിരിക്കുന്ന ഒരു അപ്ഡേറ്റ് ആണ്. ഇപ്പോൾ ഓൾറെഡി ഈ പറഞ്ഞ ബിൽഡിംഗ് വർക്കേഴ്സിന് ഇപ്പോൾ നിയമങ്ങൾ തന്നെ ഫ്ലെക്സിബിൾ ആണ്. തീർച്ചയായിട്ടും അവർക്ക് ആ ഒരു ഇതിൽ തന്നെ വരാനായിട്ട് പറ്റും. ഇനി കൂടുതൽ നിയമ ഇളവുകളൊന്നും ഇതിനകത്ത് പ്രതീക്ഷിക്കേണ്ട. പക്ഷേ ഇവർക്ക് ഫോറിൻ വർക്കേഴ്സിന് വേണം താനും. അപ്പോൾ ഇപ്പോൾ ഉള്ള നിയമം കംഫർട്ടബിൾ ആണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് സാലറി ത്രെഷോൾഡ് കുറച്ചിരിക്കുകയാണ്. സോ അതൊക്കെ തന്നെ മതിയാവും ഫോറിൻ വർക്കേഴ്സിന് എടുക്കാനായിട്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു കൂടുതലൊരു ഓപ്പർച്യൂണിറ്റി കൺസ്ട്രക്ഷൻ ലേബേഴ്സിന് വരുന്ന സമയങ്ങളിലേക്ക് ഉണ്ടാവും എന്ന് തോന്നുന്നു. കാരണം നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഇനി ഒരു വലിയ രീതിയിലുള്ള ഇപ്പം തന്നെ പല ഏജൻസികളും കൺസ്ട്രക്ഷൻ ലേബേഴ്സിനെ ഇവിടെ വിസയൊക്കെ കൊടുത്ത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റ് സ്കിൽഡ് വർക്കർ വിസകളുടെ എണ്ണത്തിൽ വലിയ ഇടിവുകൾ ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. അതായത് നഴ്സസ്, ഡോക്ടേഴ്സ്, മറ്റ് കെയർ സ്റ്റാഫുകൾ, കെയറേഴ്സ് അവരുടെയൊക്കെ ആകെ മൊത്തത്തിൽ 4000 അപ്ലിക്കേഷനാണ് ഈ റീസെൻ്റ്ലി സ്കിൽഡ് വർക്കർ ഇതിൽ വന്നിരിക്കുന്നത്. അതിനകത്ത് ഈ പറഞ്ഞ ഡോക്ടറും നഴ്സും പിന്നെ നമ്മുടെ എന്താ പറയുക കെയറേഴ്സും ഉൾപ്പെടെ മറ്റ് ജോബുകളെല്ലാം ഉൾപ്പെടെയാണ് അത്രയും അപ്ലിക്കേഷൻ വന്നിരിക്കുന്നത്. അത് ഏറ്റവും കുറവാണ് എന്നുള്ളതും കൂടി അറിയണം. കാരണം അപ്പോൾ ഇതിനകത്ത് മറ്റൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നാട്ടിലും ഏജൻസികളുടെ പരസ്യങ്ങളിൽ UK കുറേ ഏജൻസികളുടെ ഇപ്പോൾ കെയർ വർക്കേഴ്സ് ഉണ്ട്, കെയർ സ്റ്റാഫ് ഉണ്ട്, നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നു, ഇവിടെ കൊണ്ടുവരുന്നു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അതിനകത്ത് അതൊക്കെ കണ്ട് പൈസ കൊടുക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇത്രയും നാൾ കൊടുത്ത് പൈസ പോയവരുടെ കൂട്ടത്തിലേക്ക് പുതിയ ഒരാളെയും കൂടി ആഡ് ചെയ്യും എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ന്യൂസുകൾ നിങ്ങൾ കാണുക. തലയ്ക്കകത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് മനസ്സിലാവും നാം പറയുന്നത് എന്താണെന്നുള്ളത്. കാരണം ഇപ്പോൾ ഹോം ഓഫീസ് തന്നെ കൺഫേം ചെയ്യുന്നു 4000 വിസകളാണ് കഴിഞ്ഞ മാസം കൊടുത്തിരിക്കുന്നത് എന്നുള്ളത്. 4000 വിസ എന്ന് പറഞ്ഞാൽ എല്ലാം കെയർ വിസയല്ല, എല്ലാ നഴ്സസിനില്ല, എല്ലാ ഡോക്ടേഴ്സിനല്ല, അതിന് എല്ലാ വിസകളും എല്ലാ ഷോർട്ട് സ്കിൽഡ് വർക്ക് വിസയും കൂടിയിട്ടാണ് ഈ 4000 വിസകൾ എന്നുള്ളത്. പറയട്ടെ, ഇത്രയും വലിയ രാജ്യത്ത് ഇക്കൊണ്ട് 4000 വിസ എന്ന് പറയുമ്പോൾ അത് ഒന്നുമല്ല എന്നുള്ള കാര്യം കൂടി പറയാം. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പുതിയ COSകൾ ഇല്ലെങ്കിൽ പുറത്തേക്കുള്ള COSകൾ പരമാവധി കുറച്ചിട്ടുണ്ട്. കെയർ ഹോമുകൾ COS ഇഷ്യൂ ചെയ്യുന്നതിൽ പരമാവധി കുറവ് വന്നിട്ടുണ്ട്. നഴ്സസിനെ ഓൾറെഡി റിക്രൂട്ട്മെൻറ്റ് ഫ്രീസ് ചെയ്തിട്ടുണ്ട്. ഇനി എപ്പോൾ അത് ഓപ്പൺ ആവുന്നുള്ളത് ഈ 2025 ഒരു പക്ഷേ ഓപ്പൺ ആവുന്നത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഫർദർ അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ട്. അപ്പോൾ പല രീതിയിലുള്ള കുറവുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഏജൻസിക്ക് പൈസ കൊണ്ടു കൊടുക്കുമ്പോൾ സൂക്ഷിക്കുക, സേഫായിട്ട് കൊടുക്കുക. എനിവേ ചെറിയൊരു വീഡിയോ ആണ്. ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാം. കാണാം.